ഞാനിന്ന് വെക്കാൻ പോകുന്ന ബീഫാണ്. മല്ലിപ്പൊടി ഇടാതെ ചെറിയ ഉള്ളി, കറിവേപ്പില, പച്ചമുളക്, മുളക് പൊടി. പൊടിയെന്ന് പറയുന്നത് ചെറുത് ഇതാണ്, ചതച്ചെടുത്ത പൊടിയാണ്. കാശ്മീരി ചില്ലി ചതച്ചെടുത്തതാണ്. പിന്നെ ഇഞ്ചി, പച്ചമുളക്. എണ്ണ ഒഴിക്കാം. ചട്ടി അടുപ്പി വെച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. കുറച്ച് കടുകിടാം. മുളകിട്ട്, കടുകിട്ട്, മുളകിട്ട്. പിന്നെ ഇടാൻ പോകുന്നത് ചെറിയ ഉള്ളിയാണ്. 1 കപ്പ് ചെറിയ ഉള്ളി. 1/4 കിലോ മട്ടൺ ബീഫാണ്. 1/4 കിലോ ബീഫ്. അതിന് 1 കപ്പ് മതി ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി വഴറ്റിയതിന് ശേഷം ഉള്ളി വഴറ്റി പച്ചമുളകും വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, കുറച്ച് കറിവേപ്പില. ഇത് മല്ലി ഇടത്തില്ല. മഞ്ഞൾ, മുളക് ചതച്ചതാണ്. മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ചതച്ചതാണ്. ആവശ്യത്തിനൊരു മാത്രം മതി. 2 സ്പൂൺ മുളക് ചതച്ച, 1/2 സ്പൂൺ കുരുമുളക് പൊടി. ബീഫ് കുറവാണ്, 1/4 കിലോയേ ഉള്ളൂ, അതുകൊണ്ട് മസാല കുറച്ചത്. ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ട് വേവിച്ച, മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട്, കുരുമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി. ഇത് കുക്കറിൽ വേവിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ കൂടെ ഇടുന്നത്, ഉള്ളിയുടെ കൂടെ ഇടുന്നത്. അതൊന്ന് വഴറ്റിയ ശേഷം ബീഫ് കുക്കറിൽ വേവിച്ച് ആ വെള്ളം കൂടെ ഇട്ട് കൊടുക്കണം. ഇനി വെന്തതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ചിട്ട് എന്താ പറയണം, കുക്കറിൽ 30 മിനിറ്റ് വേവിച്ചതിന് ശേഷം ചട്ടിക്കകത്ത് എല്ലാ മസാലയിലായിട്ട് അതിൽ വേവിച്ചൊരു 15 മിനിറ്റ് കൂടുതൽ വെന്തിട്ടുണ്ട്. അപ്പോൾ അത് റെഡിയായി. ഇനി നമുക്ക് വാങ്ങി വെച്ചാൽ മതി.